മിവി സ്പീക്ക് വീഡിയോയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സാമൂഹിക സുരക്ഷാ പെൻഷനുകളും വിവിധ ക്ഷേമനിധി ബോർഡ് പെൻഷനുകളും വിതരണം ചെയ്യുന്നതിനുള്ള നടപടികളും സർക്കാരിൽ നിന്നും ആരംഭിക്കുന്നതിൻ്റെയും അതേസമയം ചില ക്ഷേമനിധി ബോർഡ് പെൻഷൻ ലഭിക്കുന്നവർക്ക് വരുന്ന തടസ്സങ്ങളെയും ഏറ്റവും പുതിയ വിവരങ്ങളാണ് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന സാഹചര്യത്തിലാണ് ക്ഷേമ പെൻഷൻ വിതരണം ജൂണിൽ തന്നെ നേരത്തെയാകുന്നത്. വിശദ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടി ചെയ്ത് സപ്പോർട്ട് തരിക. ജൂൺ മാസത്തിൽ ഒരു മാസത്തെ ക്ഷേമ പെൻഷൻ തുക 1600 രൂപയാണ് സാമൂഹിക സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് സർക്കാർ വിതരണം ചെയ്യാൻ പോകുന്നത്. കഴിഞ്ഞ 15 മാസമായി എല്ലാ മാസവും ക്ഷേമ പെൻഷൻ വിതരണം നടത്തുവാൻ സർക്കാരിന് സാധിച്ചിരുന്നു. മാത്രമല്ല, കുടിശ്ശികയായിരുന്നതിൽ 5 മാസത്തെ ക്ഷേമ പെൻഷനിൽ 3 ഗഡുവും നൽകി. എന്നാൽ ഈ ഒരു ശ്രദ്ധ ക്ഷേമനിധി ബോർഡ് പെൻഷൻ നൽകുന്നതിൽ സർക്കാർ കാണിക്കുന്നില്ല എന്നതാണ് ഇന്നലെ വന്നിരുന്ന റിപ്പോർട്ടുകളിൽ കാണുന്നത്. 7 വർഷമായി അംഗങ്ങൾക്ക് വിരമിക്കൽ ആനുകൂല്യം നൽകാൻ കഴിയാതെയാണ് കർഷക തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ഉള്ളത്. കുടിശ്ശിക ഇനത്തിൽ 450 കോടി രൂപ കൊടുക്കാനുള്ളപ്പോൾ ഇന്നലെ സർക്കാർ ഇനത്തിൽ ഫണ്ട് അനുവദിച്ചത് 30 കോടി രൂപ മാത്രമാണ്. ആനുകൂല്യം കാത്തിരിക്കുന്നവരിൽ അത് കിട്ടാതെ മരണപ്പെടുന്നവരും ഒട്ടേറെയാണ്. 3.8 ലക്ഷം പെൻഷൻകാരുടെ കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ 16 മാസമാണ് പെൻഷൻ കുടിശ്ശികയുള്ളത്. ഇതിൽ ഒരു മാസത്തെ കുടിശ്ശിക കഴിഞ്ഞ മാസം നൽകി തുടങ്ങിയിട്ടുണ്ട്. ലഭിച്ചവർ ഒന്ന് കമന്റ് ചെയ്യുക. കുടിശ്ശിക പൂർണ്ണമായി നൽകുവാൻ 1200 കോടി രൂപ വേണമെന്നാണ് ബോർഡ് പറയുന്നത്. സംസ്ഥാനത്തെ 30 ക്ഷേമ ബോർഡുകളിലായി പകുതിയോളം അംഗങ്ങൾക്കാണ് പെൻഷൻ അടക്കമുള്ള ആനുകൂല്യങ്ങൾ മുടങ്ങിക്കിടക്കുന്നത്. 2 മാസത്തെ കുടിശ്ശിക നിലനിൽക്കുമ്പോഴും 60 ലക്ഷത്തോളം വരുന്ന സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ സർക്കാർ ഇപ്പോൾ മുടങ്ങാതെ നൽകുമ്പോഴും മറുവശത്ത് വംശാദായം അടച്ചിട്ട് പോലും കൃത്യമായി പെൻഷൻ ആനുകൂല്യങ്ങൾ ലഭിക്കാതെ ക്ഷേമനിധി ബോർഡിലെ ലക്ഷക്കണക്കിന് തൊഴിലാളികൾ വലയുകയാണ് എന്നതും യാഥാർത്ഥ്യമാണ്. 2 രീതിയിലാണ് സർക്കാർ ക്ഷേമനിധി പെൻഷൻ നൽകി വരുന്നത്. ആദ്യത്തേത് മാസം തോറും സാമൂഹിക സുരക്ഷാ പെൻഷനോടൊപ്പം നേരിട്ട് 1600 രൂപ വീതം ക്ഷേമനിധി പെൻഷനായി നൽകുന്നവയാണ്. കർഷക പെൻഷൻ, മത്സ്യത്തൊഴിലാളി പെൻഷൻ, ക്ഷീര കർഷക പെൻഷൻ തുടങ്ങിയ 16 ക്ഷേമനിധി ബോർഡുകളുടെ പെൻഷനാണ് ഈ രീതിയിൽ പൂർണ്ണമായും സർക്കാർ നൽകി വരുന്നത്. അതേസമയം ക്ഷേമനിധി ബോർഡുകൾ അംഗങ്ങളിൽ നിന്നും വംശാദായം കൂടാതെ സർക്കാർ സഹായം മറ്റും കൈപ്പറ്റി സ്വന്തം നിലയ്ക്ക് പെൻഷനും മറ്റ് ആനുകൂല്യങ്ങളും വിതരണം ചെയ്യുന്ന രീതിയാണ് രണ്ടാമത്തേത്. കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പോലുള്ള നിരവധി ബോർഡുകൾ ഈ വിഭാഗത്തിലാണ് പെടുന്നത്. ഇത്തരം ക്ഷേമനിധി ബോർഡുകളിൽ നിന്നുള്ള പെൻഷൻ അടക്കമുള്ള ആനുകൂല്യ വിതരണമാണ് തടസ്സപ്പെട്ടിരിക്കുന്നത്. 66,000 പെൻഷൻകാരുള്ള കശുവണ്ടി തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ 2 മാസത്തെ ആനുകൂല്യമാണ് കുടിശ്ശികയുള്ളത്. ഈറ്റ, കാട്ടുവള്ളി, തഴത്തൊഴിലാളി, വീടി ചുരുട്ട് തൊഴിലാളി, ചെറുകിട തോട്ടം തൊഴിലാളി, തയ്യൽ തൊഴിലാളി, മത്സ്യത്തൊഴിലാളി, മദ്രസ അധ്യാപകർ തുടങ്ങിയ ക്ഷേമനിധി ബോർഡുകൾ പെൻഷൻ നൽകുന്നുണ്ടെങ്കിലും അതോടൊപ്പമുള്ള വിവിധ ആനുകൂല്യങ്ങൾ മുടങ്ങിയിട്ടുണ്ട്. വരും നാളുകളിൽ മുടങ്ങിയ ആനുകൂല്യങ്ങളും പെൻഷനുകളും നൽകുന്നതിനുള്ള നടപടികൾ ഊർജിതമാക്കുമെന്നും അറിയുവാൻ കഴിയുന്നുണ്ട്. ജൂൺ 19-നാണ് നിലമ്പൂർ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ക്ഷേമ പെൻഷൻ വിതരണം തന്നെയാണ് ഭരണ പ്രതിപക്ഷ പാർട്ടികളുടെ മുഖ്യമായ ഒരു പ്രചാരണ വിഷയം. ഇലക്ഷന് മുമ്പേ തന്നെ ജൂൺ മാസത്തിലെ പെൻഷൻ വിതരണം ആരംഭിക്കുവാൻ സർക്കാർ ഭാഗത്തു നിന്നും നീക്കങ്ങളുണ്ട്. എന്നാൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുൻകൂർ അനുമതി ഇതിന് ലഭിക്കേണ്ടതുണ്ട് എന്നാണ് അറിയുവാൻ കഴിയുന്നത്. വരുന്ന 2-3 ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇക്കാര്യത്തിൽ ഒരു വ്യക്തമായ ഒരു അറിയിപ്പ് ഉണ്ടാകുന്നതാണ്. പെൻഷൻ വിതരണം നേരത്തെ ആയാൽ ലക്ഷക്കണക്കിന് പേർക്ക് വലിയൊരു ആശ്വാസമാകും. മറ്റുള്ളവരിലേക്കും ഈ ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ മറക്കാതിരിക്കുക.